അതാണ് ഫസ്റ്റ് അവിടെ ഇരിക്കേ നമുക്ക് പാട്ട് പാടാൻ മറ്റേ പാട്ട് യേശുദാസം നല്ലത്. യേശുദാസിന്റെ പാട്ട് ആർക്ക് വേണം? എന്റെ ഈശ്വരന്മാരി എനിക്ക് ഇഷ്ടം പാട്ടുണ്ട് പറഞ്ഞോളൂ. അച്ഛനാ അതൊക്കെ പുള്ളിക്കറിയാം. ചോട്ട ഇട്ടുകൊടുത്താ MS വിശ്വാസന്റെ പാട്ട്. പണിതീരം വീട് അല്ല പണിതീരാത്ത വീട് അതല്ല അതല്ല അല്ല ഏത് പാട്ടും കൊച്ചാണ്ണങ്ങളൊക്കെ അതല്ല പിന്നെ അവിടെ വീഡിയോ നിങ്ങൾ പിടിച്ചിട്ട് ഇത് എവിടെ കൊണ്ടൊക്കെ നമ്മളിവിടെ ഈ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തെങ്ങിയത്തുകാരനാണ്. അപ്പൊ തെങ്ങിന്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങോട്ട് പാട്ട് മനസ്സിലായോ? പാട്ട് എനിക്കറിയാം. അത് തന്നെ. ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി. ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി. അച്ഛനാം മേരുവിൽ നീയുത്ഭവിച്ചു അമ്മയാം താഴ്വര തന്നിൽ വളർന്നു. അടുത്ത തലമുറ കടലായിരമ്പി ആവേശമാർന്നു നീ തുള്ളിത്തുളുമ്പി. മുന്നോട്ട് മുന്നോട്ട് അതുപോലെ എനിക്കറിയാം. അത് വേണ്ട നാടൻ പാട്ട് നാടൻ പാട്ട് നമുക്ക് അതാണ് നാടൻ പാട്ട്. അല്ല അതൊന്നും വേണ്ട. അത് കൊടുക്കില്ല ഇത് പാടല്ലേ കണ്ടല്ലോ കേട്ടാ കറക്റ്റാ. അതങ്ങനെ പാടാൻ പറ്റില്ല. അതിന്റെ ആ പോയിന്റ് കറക്റ്റായിട്ടുണ്ടോ? അതാണ്. ഞാനിങ്ങടൊക്കെ പ്രായമായി പാവം ഞങ്ങള് എന്നാലും പോണ സ്ഥലത്ത് ഒന്നുമില്ല. നല്ല നല്ല ഇതാണ്. ആരും ഇല്ല ഒരു പാവാ. വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നിഴൽ നാടകമാടുകയാണീ ജീവിതം. അത് പ്രത്യേക സ്റ്റൈലാണ്. അത് അടിപൊളി പാട്ടാണ്. അടിച്ചോ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് അടുത്തതായി 1000 പാദസരങ്ങൾക്ക് ലിങ്കിട്ടുണ്ട്. കൊച്ചേട്ടൻ 1000 പാദസരങ്ങൾക്കിലും ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. പിന്നെ മ്യൂസിക് വന്നാൽ നല്ല മൊത്തം നമുക്ക് ശരിയാവും. ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന കൈക്കുമിളകളും. ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ വേർപെടുന്ന വേദനയോ വേറിടുന്ന ഗൽഗതം. ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. 1000 പാദസരങ്ങൾക്കിലും ആലുവാപ്പുഴ പിന്നെയുമൊഴുകി.
അപ്പൊ അത് വരണം. അതിന്റെ ആ മ്യൂസിക് ഒന്നല്ല നമുക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. ഈ നീലാവും ഈ കുളിർ കാറ്റും ഈ പെട്ടെന്ന് കിട്ടിയല്ല കൽപ്പടവുകളും ഈ നീലാവും ഈ കുളിർ കാറ്റും ഈ പളുങ്ക് കൽപ്പടകൾ. എന്താ കാര്യം അറിയാം, പുള്ളിക്ക് ഇച്ചിരി കഫക്കെട്ടുണ്ട്. അതാണ് അതൊക്കെ നമ്മള് ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ വരിക. അല്ല ഇപ്രാവശ്യത്തെ പോട്ടെ എന്നാ പിന്നെ ചുമ്മാ ചുമ്മാ തമാടിക്കാറ്റേ ചക്കര എന്റെ ഇങ്ങനെ തോരണം പിന്നെ നമ്മുടെ അവിടെ നിന്ന് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. അറിയാം ഇപ്പൊ കാര്യങ്ങളെ പറഞ്ഞാൽ ശരിക്കും ഇവിടെ വരുന്ന കുഴപ്പമില്ല, ആൾക്കാരൊക്കെ അറിയാം. പിന്നെ ആലുവയില് പിന്നെ